ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മാധ്യമ പ്രവർത്തകയുടെ പോരാട്ടം കൂടിയായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അവർ വാങ്ങിയ 1000 രൂപ വിലയുള്ള 2 ഇലക്ട്രൽ ബോണ്ടുകളാണ് പിന്നീട് ചരിത്രമായതും സുപ്രീം കോടതിയിൽ പോലും തെളിവായി മാറുകയും ചെയ്തത്. അവരുടെ ആ പോരാട്ടത്തിന്റെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അവരുടെ പേര് പൂനം അഗർവാൾ എന്നാണ്. ടൈംസ് നൗവിലും ദ ക്വിൻറ്റിലും ഒക്കെ തന്നെ ജോലി എടുത്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. അവർക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമാണ് എന്ന് എപ്പോഴും കേന്ദ്രമന്ത്രിമാർ പറഞ്ഞു നടക്കുകയായിരുന്നു. ഇവിടുത്തെ മോദി മാധ്യമങ്ങളും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമാണ്, അതിൽ പേടിക്കേണ്ട ഒന്നുമില്ല, ആര് വാങ്ങുന്നു ആർക്ക് കൊടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഒരിക്കലും അറിയാൻ കഴിയില്ല എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പൂനം അഗർവാളിന് ഒരു സംശയം തോന്നി. അവർ പാർലമെന്റിനകത്തുള്ള SBI ശാഖയിൽ ചെന്ന് ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. അവരും 1000 രൂപയുടെ ഒരു ഇലക്ട്രൽ ബോണ്ട് അവർ വാങ്ങി. അപ്പോൾ തന്നെ അവർക്ക് സംശയം തുടർന്നു, എന്തിനാണ് ഒരു മാധ്യമ പ്രവർത്തക ഇത്തരത്തിൽ 1000 രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നത് എന്നുള്ള കാര്യം. അവർ കൃത്യമായി മറുപടി പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ഒരു പൗരനാണ്, എനിക്കിത് വാങ്ങാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അവർ അത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. അവർ നേരെ വീട്ടിലെത്തുന്നു. അവരത് ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു, എന്താണ് ഇലക്ട്രൽ ബോണ്ടിൽ ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം പ്രത്യക്ഷത്തിൽ ഇലക്ട്രൽ ബോണ്ട് കിട്ടുമ്പോൾ അതിലൊരു ഡേറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് നമ്മൾ SBIക്കാർ അവിടുന്ന് എഴുതി തരുന്നതാണ്. പക്ഷേ ആ ഒരു ഫോറൻസിക് പരിശോധന കഴിഞ്ഞു വന്നപ്പോൾ അവർ ഞെട്ടിപ്പിക്കുന്ന ചില തെളിവുകളാണ് പിന്നീട് ലോകത്തെ അറിയിച്ചത്. കാരണം ഈ ഒരു ഇലക്ട്രൽ ബോണ്ടിനുള്ളിൽ ഒരു രഹസ്യ കോഡ് SBI ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ രഹസ്യ കോഡ് വെച്ചുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ ആരാണ് വാങ്ങിയതെന്നും ആർക്കാണ് കൊടുത്തതെന്നും SBIക്ക് കണ്ടെത്താൻ കഴിയും എന്ന് മാത്രമല്ല, SBI കണ്ടെത്തിയാൽ അതറിയാൻ പോകുന്നത് BJP ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഈ ഒരു രഹസ്യ കോഡുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് സുതാര്യമാണ് എന്ന് കേന്ദ്രമന്ത്രിമാരും ഇവിടുത്തെ മോദി മാധ്യമങ്ങളും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പൂനം അഗർവാൾ അവരുടെ അന്വേഷണം അവിടെയും അവസാനിപ്പിച്ചില്ല. ഇത് ഇലക്ട്രൽ ബോണ്ടുകളിലുള്ള ഒരു കോമൺ രഹസ്യ കോഡ് ആണെങ്കിൽ അത് പ്രശ്നമില്ല, അത് എല്ലാ കോഡിലും എല്ലാ ഇലക്ട്രൽ ബോണ്ടുകളിലും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വാദിക്കാമായിരുന്നു. പക്ഷേ അവർ വീണ്ടും ഇവിടെ പാർലമെന്റിനകത്തുള്ള SBIയുടെ ശാഖയിൽ ചെല്ലുന്നു. 1000 രൂപ വിലയുള്ള മറ്റൊരു ഇലക്ട്രൽ ബോണ്ട് കൂടി വാങ്ങുന്നു. അവരത് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിച്ച സമയത്ത് ആ ഇലക്ട്രൽ ബോണ്ടിലും ഒരു കോഡ് കിട്ടി. അവർ ആദ്യം വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിലെ കോഡും രണ്ടാമത് വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടിലെ കോഡും രണ്ടും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പൂനം അഗർവാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമല്ല, അത് കൃത്യമായി ആര് പണം ആർക്ക് നൽകി എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം അത് കൃത്യമായി ഇലക്ട്രൽ ബോണ്ടിലുണ്ട്, അങ്ങനെ ഇത് സുതാര്യമാണെന്ന് പറയാൻ കഴിയില്ല എന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അതാണ് പിന്നീട് BJP സർക്കാരിന് തലവേദനയായി മാറിയത്. സുപ്രീം കോടതിയിൽ SBI വന്നിട്ട് വീണ്ടും ആവർത്തിക്കാൻ ശ്രമിച്ചത് ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമാണ് എന്ന് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നത് തെളിവായി സ്വീകരിച്ചത് ഈ മാധ്യമ പ്രവർത്തകയുടെ പോരാട്ടമായിരുന്നു, അവരുടെ വീഡിയോകളായിരുന്നു എന്നാണ് സാരം. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുതാര്യതയില്ല എന്ന് സുപ്രീം കോടതിയെ ഏറ്റവും കൂടുതൽ വാദിക്കാൻ സഹായിച്ചതും ഈ പൂനം അഗർവാളിന്റെ പോരാട്ടമായിരുന്നു, അവർ നടത്തിയ അന്വേഷണമായിരുന്നു, അവർ കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ച BJPക്ക് വെറും 2000 രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്രയും നാളും ഈ ഭരണത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ BJP വളർത്തി വെച്ച ഇലക്ട്രൽ ബോണ്ട് എന്ന മാവിലെ 2000 രൂപ വിലയുള്ള മാങ്ങകൾ മാത്രമാണ് ഈ തെളിവിന് എല്ലാം വേണ്ടി ഉപയോഗിച്ചതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ആ 2 മാങ്ങകൾ പോലെയുള്ള 1000 രൂപയുടെ 2 ബോണ്ടുകളാണ് സുപ്രീം കോടതിയിൽ ചരിത്രമാകുന്ന തെളിവുകളായി മാറിയതും പിന്നീട് തലവേദനയായി മാറിയതും. പൂനം അഗർവാളിന്റെ ഈ ഒരു കണ്ടെത്തൽ അത് സുപ്രീം കോടതിയും സ്വീകരിച്ചു. പലതവണ ഇത് SBI ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും സുപ്രീം കോടതി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു രഹസ്യ കോഡ് ഉള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങളോട് പറയാഞ്ഞത്, എന്തുകൊണ്ടാണ് ഇത് ജനങ്ങളെ അറിയിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ SBIക്ക് ഉത്തരമില്ല. അങ്ങനെ SBI അത് രഹസ്യമായി ചേർത്ത് വെച്ചിരുന്ന ഒരു കോഡ് അത് BJP സർക്കാർ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന കാര്യം നമുക്ക് മനസ്സിലാകും. കാരണം ഈ ഒരു ഇലക്ട്രൽ ബോണ്ടുകൾ പകുതിയും വാങ്ങിയിരിക്കുന്നത് EDയോ ഇല്ലെങ്കിൽ മറ്റ് IT വകുപ്പുകളോ കേന്ദ്ര IT വകുപ്പുകളോ നടത്തിയ അന്വേഷണത്തിന് പുറകെയാണ് പല ആളുകളും എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യവും. അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് കൊടുത്ത പണം എത്രയാണെന്നുള്ള കാര്യം BJP കണ്ടെത്തുകയും പിന്നീട് ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് പണം തരാത്ത കമ്പനികൾക്ക് നേരെ അവർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഇടപെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ SBI മറച്ചു വെച്ച ഈ ഒരു കോഡ് ഉണ്ടായിരുന്നു.
ആ കോഡാണ് പൂനം പാണ്ഡെ എന്ന അതിശക്തയാദ്യമായ മാധ്യമപ്രവർത്തകയുടെ സ്വതന്ത്ര മാധ്യമപ്രവർത്തനത്തിലൂടെ കണ്ടെത്തുകയും അത് അവർ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ എന്തുകൊണ്ട് സുതാര്യമല്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ മാധ്യമപ്രവർത്തകരുടെ പോരാട്ടം എന്ന് നിസ്സംശയം നമുക്ക് പറയാം. നമ്മൾ വാങ്ങുന്ന ഇലക്ട്രൽ ബോണ്ടിൽ അതിൽ പ്രത്യക്ഷത്തിൽ ഒന്നും കാണില്ലെങ്കിൽ പോലും അതൊരു ഫോറൻസിക് പരിശോധന അയച്ചു കഴിഞ്ഞാൽ അതിലൊരു കോഡ് ഉണ്ടാകും. ആ കോഡ് ഉപയോഗിച്ചാണ് ആ ബോണ്ട് വാങ്ങിയ ആൾ ഏത് പാർട്ടിക്കാണ് പണം നൽകിയതെന്ന് അറിയാൻ കഴിയുക. ഈ കോഡ് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ കൊടുക്കാതെ SBI ഉരുണ്ട് കളിച്ചത്. SBI കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ആ വേലത്തരമൊന്നും ഇവിടെ വേണ്ട, കോഡ് ഹാജരാക്കാൻ പറഞ്ഞാൽ അത് ഹാജരാക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് SBIയുടെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിക്കാനുള്ള കാര്യവും ഇതേ കോഡ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ഒരു പാർട്ടി കൊടുക്കുമ്പോൾ അത് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി സുതാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ, ആ ഇലക്ട്രൽ ബോണ്ടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കോമൺ കോഡ് അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നിരുന്ന പൂനം അഗർവാൾ എന്ന മാധ്യമപ്രവർത്തകരുടെ പോരാട്ടം, ഇതൊക്കെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്രത്തിനെ വെള്ളം കുടിപ്പിക്കുന്ന ആ വിധി വന്നത്. ഇനി ഇലക്ട്രൽ ബോണ്ടിൽ ഒരു പരിപാടികളും നടക്കില്ല എന്ന സുപ്രീം കോടതിയുടെ വിധിയും BJPക്ക് അത്രത്തോളം തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു. അതിന് ഈ മാധ്യമപ്രവർത്തകർ നടത്തിയ പൂനം അഗർവാൾ എന്ന മാധ്യമപ്രവർത്തകർ നടത്തിയ പോരാട്ടം അത് അംഗീകരിച്ചേ മതിയാകുള്ളൂ. അവരുടെ പോരാട്ടം ഇല്ലാതിരുന്നെങ്കിൽ ഈ ഒരു രഹസ്യ വിവരം ജനങ്ങൾ അറിയില്ലായിരുന്നു, ലോകം അറിയില്ലായിരുന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ കുന്നോളം വാരിക്കൂട്ടിക്കൊണ്ട് BJP ഈ നാടിനെ മുടിപ്പിച്ചേനെ എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പോരാട്ടം സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാണ്. ഇങ്ങനെയുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ ഈ നാടിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയാനുള്ളൂ.